ഇപ്പൊ ഞാൻ അങ്ങ് മിണ്ടാതിരിക്കും. കൃത്യമായ സംസാരിക്കുന്നവര് സംസാരിക്കട്ടെ. അങ്ങല്ലല്ലോ, ഞങ്ങളല്ലേ ഫാഷിസ്റ്റ്. അങ്ങ് മിണ്ടാതിരിക്കും. ശ്രീജിത്ത് പണിക്കർ ഇടപെടാൻ ഇവിടെ മറ്റൊരാൾ ഉണ്ടല്ലോ. നിങ്ങൾ അമിതമായ താല്പര്യം കാണിക്കേണ്ടത് അല്ല, എന്നെ പറ്റി പറഞ്ഞ സമയത്ത് മിണ്ടാതിരുന്നത് കൊണ്ട് താങ്കൾ എല്ലായിടത്തും കയറി പോലെ ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റില്ല. രാമദാസ മോനെ, നീ പറയുന്നത് ഇതാണ് അസഹിഷ്ണുത. അസഹിഷ്ണുത കാണിക്കാതെ. സമാധാന മതത്തിന്റെ ആളല്ലേ, ക്ഷമിക്കൂ. അങ്ങ് സമാധാന മതത്തിന്റെ വക്താവല്ലേ. മറ്റേ ഞങ്ങളല്ലേ തീവ്ര വലതുപക്ഷം, ഞങ്ങളല്ലേ ഫാഷിസ്റ്റ്. അങ്ങ് സമാധാന മതത്തിന്റെ ആള്, ഞങ്ങള് ഫാഷിസ്റ്റും അല്ലേ. അപ്പൊ അങ്ങ് മിണ്ടാതിരിക്കും. താങ്കളൊന്ന് മിണ്ടാതിരിക്കും. താങ്കളൊന്നും മിണ്ടാതിരിക്കും. മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ സംസാരിക്കാം. അവര് മുനമ്പം വഖഫാണെന്ന് വാദിക്കാം. അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കും. ഇപ്പൊ അങ്ങ് എന്നെ പറ്റി എന്റെ അവസരത്തിൽ ഞാൻ മറുപടി പറയും. ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. ഇപ്പോ ഈ തീവ്ര വലതുപക്ഷത്തിന്റെ പ്രതിനിധിയായ പലപ്പോഴും അത്തരം ആശയങ്ങളുമായി ചാനലുകളിൽ കാണാറുള്ള ശ്രീജിത്ത് പണിക്കർ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആളുകളെ ഭയപ്പെടുത്തുന്ന കളവുകൾ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇത്ര നിസ്സംഗമായി അത് കേട്ടിരിക്കാൻ കഴിയുന്നത്? വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെയുള്ള ആളുകളുടെ ഇതര മതസ്ഥരുടെ സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കാൻ പറ്റുന്ന, നമ്മൾ ഇരുന്നിടത്ത് നിന്ന് ഇത് വഖഫ് സ്വത്താണ് എന്നൊരാൾ വിചാരിച്ചാൽ അത് വഖഫാകുന്ന കാട്ടു നിയമമാണ് വഖഫ് ബോർഡിൽ ഉള്ളത് എന്ന പ്രചരണമാണ് അദ്ദേഹത്തെ പോലെ ചില തീവ്ര ക്രിസ്ത്യൻ സംഘടനകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറയണത്. അങ്ങനെ ഏത് കേസാണ് ഇവിടെ നടന്നിരിക്കുന്നത്? ഇപ്പൊ സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മുനമ്പം കേസിന്റെ വസ്തുത അങ്ങനെയാണോ? ഞാൻ പറയുന്നത് മുനമ്പത്തിന്റെ കേസിൽ ആളുകൾ ഇറക്കി വിടണമെന്ന് ഒന്നുമല്ല, അത് നിയമത്തിന്റെ വഴിയിൽ തീരുമാനമാകട്ടെ. പക്ഷെ ഇത്തരം കേസുകളുടെ മറവിൽ മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന ഇത്തരം ബോർഡുകൾക്കെതിരെ അങ്ങേയറ്റം നീചമായ, വ്യാജമായ, ഇസ്ലാമോഫോബിക്കായ പ്രചാരണങ്ങൾ പലപ്പോഴും തീവ്ര വലതുപക്ഷവും തീവ്ര ക്രിസ്ത്യൻ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകൾ തന്നെയാണ് ഈ വഖഫിന്റെ കേസിൽ പോലും മുൻകൈയെടുത്ത് നിൽക്കുന്നത്. ഈ മുനമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടും അത് തന്നെയാണ്. ശ്രീ ജവാദ് മുസ്തഫാവി, ശ്രീ വി ഡി സതീശൻ പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. വഖഫ് ഭൂമി അല്ല മുനമ്പം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പരസ്യമായിട്ട് നിലപാടെടുത്തയാളാണ്. അപ്പോൾ അദ്ദേഹവും ഇക്കാര്യത്തിൽ തീവ്ര നിലപാട് സ്വീകരിക്കുന്നയാളാണ്. ആ നിലപാടിന് അന്ന് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മുനമ്പം വഖഫാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ ഒരു പത്രമാണ്. ഇന്ന് ആ പത്രം ഇല്ല എന്ന് ഓർക്കണം. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. അപ്പോൾ വർഗീയവാദികളും ഭീകരവാദികളും ചേർന്ന് ചില മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇവിടെയുള്ള മനുഷ്യരെ ഇതുപോലെ നിസ്സഹായരാക്കി നിർത്തിയിരിക്കുക. ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് ഇടപെടുകയാണ്. അവര് മുനമ്പം വഖഫാണെന്ന് പറയാൻ കാരണം അവര് മുനമ്പം വഖഫാണെന്ന് പറയാൻ കാരണം താങ്കളൊന്നും മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ സംസാരിക്കാം. അവര് മുനമ്പം വഖഫാണെന്ന് വാദിക്കാം. അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കും. ഇപ്പൊ അങ്ങ് എന്നെ പറ്റി ഞാൻ മറുപടി പറയും. സൗഹൃദപൂർവ്വം സംസാരിക്കാം. അദ്ദേഹം സംസാരിച്ചോട്ടെ. എന്തായിരുന്നു അവരങ്ങനെ വാദിക്കാൻ കാരണം? അല്ല, വഖഫല്ല എന്നാണ് ഇവർ പറയുന്നത്. അവിടുത്തെ മുനമ്പം നിവാസികൾ പറയുന്ന വഖഫല്ല എന്നാണ് എന്ന് വാദിച്ചു വന്ന ആളുകൾ വഖഫാണെന്ന് വാദിക്കാൻ കൊണ്ടുപോകുന്ന പറയാനുള്ള സമയമാണെന്നാണ് എന്റെ വിചാരം. ഇതാണ് ഫാഷിസ്റ്റ് നടപടി. പലപ്പോഴും ഞാൻ ഈ ചാനൽ ഫ്ലോറുകളിൽ പലപ്പോഴും തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകൾ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതിൽ നിന്ന് മാറി പോയിന്റ് ബൈ പോയിന്റ് സംസാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി ഇടപെടുന്നത്. കേരളത്തിന്റെ പ്രചരണങ്ങൾ ഇതാണ് അസഹിഷ്ണുത. സമാധാന മതത്തിന്റെ ആളല്ലേ, ക്ഷമിക്കൂ. സംസാരിച്ചോളൂ. എന്താണ് അവര് വഖഫ് പറയാനും വഖഫാണെന്ന് പറഞ്ഞാലും സമാധാന മതത്തിന്റെ വക്താവല്ലേ. മറ്റേ ഞങ്ങളല്ലേ തീവ്ര വലതുപക്ഷം, ഞങ്ങളല്ലേ ഫാഷിസ്റ്റ്. അവസരം കൊടുക്കും. സമാധാന മതത്തിന്റെ ആള്, ഞങ്ങള് ഫാഷിസ്റ്റും അല്ലേ. അപ്പൊ അങ്ങ് മിണ്ടാതിരിക്കും. രക്ഷയില്ല. ബിരിയാണി പോലും ദഹിച്ചു പോയി. അവരുന്നയിക്കുന്ന വാദങ്ങൾ പറഞ്ഞ് സംസാരിച്ചോളൂ. ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കും. സംസാരിക്കുന്നവര് സംസാരിക്കട്ടെ.
അങ്ങല്ലല്ലോ, ഞങ്ങളല്ലേ ഫാഷിസ്റ്റ്. അങ്ങ് മിണ്ടാതിരിക്കും. ശ്രീജിത്ത് പണിക്കർ ഇടപെടാൻ ഇവിടെ മറ്റൊരാൾ ഉണ്ടല്ലോ. നിങ്ങൾ അമിതമായ താല്പര്യം കാണിക്കേണ്ടത്. ശരി ജവാദ്, പറഞ്ഞ സമയത്ത് മിണ്ടാതിരുന്നത് കൊണ്ട് താങ്കൾ എല്ലായിടത്തും കയറി ജവാദ് ഫാദർ പറയട്ടെ, ഫാദർ പറയട്ടെ, ഫാദർ പറയട്ടെ, ജവാദ് ഫാദർ പറയട്ടെ, ജവാദ് ഫാദർ പറയട്ടെ. പോലെ ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റില്ല. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. ജവാദ് ഫാദർ പറയട്ടെ. പോലെ പ്രോപ്പർട്ടിയെ വഖഫാക്കുന്നത് പോലെ ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കും, മറ്റുള്ളവർ സംസാരിക്കട്ടെ. അല്ല, ഫാദർ പറഞ്ഞല്ലോ നിങ്ങളോട് 3 തവണ പറഞ്ഞു മിണ്ടാതിരിക്കും. ഫാദർ 3 തവണ നിങ്ങളോട് മിണ്ടാതിരിക്കും. ഫാദർ പറയട്ടെ, ജവാദ് ഫാദർ പറയട്ടെ, ജവാദ് ഫാദർ പറയട്ടെ, ശ്രീത് മിണ്ടായിരിക്കും. ഫാദർ പറയട്ടെ, ഫാദർ പറയട്ടെ. താങ്കൾ കേൾക്കാൻ വേണ്ടിട്ട് മാത്രമല്ലല്ലോ, ഫാദർ പറയുന്നത് എനിക്കും കേൾക്കണം. കിളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. താങ്കൾ മിണ്ടായിരിക്കും, ഫാദർ പറയട്ടെ, ഫാദർ പറയട്ടെ. താങ്കൾ മിണ്ടാതിരിക്കും, ഫാദർ പറയട്ടെ. ഫാദർ പറയട്ടെ. ഞാനും ഇരിക്കുന്നത്. താങ്കൾ മിണ്ടായിരിക്കും, ഫാദർ ജോഷി മയ്യാറ്റിൽ. മിണ്ടാതിരിക്കൂ, ഫാദർ പറയട്ടെ. അങ്ങ് മിണ്ടാതിരിക്കൂ, ഫാദർ പറയട്ടെ. അങ്ങ് മിണ്ടാതിരിക്കൂ, ഫാദർ പറയട്ടെ. അങ്ങ് മിണ്ടാതിരിക്കും, ഫാദർ പറയട്ടെ. ശ്രീത് മിണ്ടായിരിക്കൂ, ജവാദ് മിണ്ടായിരിക്കൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.